എന്താണ് പ്രാർത്ഥന? നമ്മൾ എന്തിനു പ്രാർത്ഥിക്കണം? ഞാൻ ഈ ചോദ്യം കുട്ടികളോട് ചോദിച്ചു. കുട്ടികൾ പറഞ്ഞേ ആപത്തുകളിൽ നിന്നും രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾ അപ്പനെയും അമ്മയും ഇഷ്ടമാണോ? അവർ പറഞ്ഞു അതെ. അപ്പനും അമ്മയും നിങ്ങളെ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു എല്ലാ സമയവും ഇല്ല, ചില സമയങ്ങളിൽ രക്ഷിക്കും. കുറേ സാധനങ്ങൾ മേടിച്ചു തരും, ഞങ്ങളെ സ്നേഹിക്കും, ഞങ്ങളെ നോക്കും. അപ്പോൾ ഞാൻ ചോദിച്ചേ, ഒരു ദിവസം അപ്പനോ അമ്മയോ നിങ്ങളെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമുണ്ടാകുമോ? അപ്പോൾ കുട്ടികൾ പറഞ്ഞേ ഉണ്ടാകും. നിങ്ങൾക്കറിയാം അപ്പനും അമ്മയ്ക്കും നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവവും. നമുക്കറിയാം നമ്മുടെ ദൈവം നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നുണ്ട്. നമ്മൾ ഈശോയോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ എന്തൊരു സന്തോഷമല്ല ഉണ്ടാവുക. പ്രാർത്ഥന എന്നത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മുടെ ദൈവത്തെ ഓർക്കുന്നതല്ല, പരാതികളൊന്നുമില്ലാതെ ആവശ്യങ്ങളൊന്നുമില്ലാതെ ഇരിക്കുന്ന സമയത്തും സംസാരിക്കുന്നത് കൂടിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ സ്നേഹിക്കുന്നവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കാരണം വേണമെന്നൊന്നുമില്ലല്ലോ. അതുപോലെയാണ് നമ്മുടെ ദൈവത്തോട് ഈശോയോട് സംസാരിക്കാനും ഒരു ആവശ്യം വേണമെന്നില്ല. സ്നേഹമുണ്ടെങ്കിൽ പ്രാർത്ഥന ഉണ്ടാകും.